CSR ഫണ്ടിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന് കോട്ടയത്തും വ്യാപക പരാതി. പാമ്പാടി, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഈരാറ്റുപേട്ടയിൽ MLA അടക്കം പങ്കെടുപ്പിച്ചാണ് സമ്മേളനം നടത്തിയത്. കോട്ടയത്ത് നിന്ന് ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, കോട്ടയത്ത് ജില്ലയിൽ എവിടെയൊക്കെയാണ് ഇപ്പോൾ പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത്? എത്രത്തോളം പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? ദിവ്യ, CSR ഫണ്ട് തട്ടിപ്പിന്റെ പേരിലുള്ള പരാതികൾ ജില്ലയിൽ വ്യാപകമാണ്. ഇതുവരെ 5 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാമ്പാടി, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പൊൻകുന്നം സ്റ്റേഷനിൽ 2 കേസുകളും മറ്റ് സ്റ്റേഷനുകളിൽ ഓരോ കേസുകൾ വീതവുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ, അതോടൊപ്പം തയ്യൽ മെഷീൻ അടക്കമുള്ളവ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് FIR. ഇതിനിടെയാണ് ഈരാറ്റുപേട്ടയിൽ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ കൺവെൻഷൻ കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസം സംഘടിപ്പിച്ചതിന്റെ ചിത്രങ്ങളും പുറത്തു വരുന്നത്. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൂടുതൽ പരാതികൾ ലഭിക്കുന്ന മുറയ്ക്ക് അത് സംബന്ധിച്ച് കേസുകൾ എടുക്കുമെന്നും പോലീസ് അറിയിക്കുന്നു. ദിവ്യ.